ക്രൈസിസ് ഡിജിറ്റലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഫോട്ടോ കംപ്രസ് ചെയ്ത് സൈസ് കുറയ്ക്കുന്നത്, അതുപോലെ തന്നെ PSC വെബ്സൈറ്റിലൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്ന റെസൊല്യൂഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അത്തരത്തിലുള്ള റെസൊല്യൂഷനിലേക്ക് നമ്മുടെ ഫോട്ടോ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നതാണ്. 3 മെത്തേഡ്സ് ഞാൻ പറയുന്നുണ്ട്. ഒന്നാമതൊരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ്, രണ്ടാമത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്, മൂന്നാമത് അഡോബി ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് 3 മെത്തേഡ്സും നോക്കാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ പറഞ്ഞ മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ മെത്തേഡിലേക്ക് പോകാം. അതൊരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ PC അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ റീസൈസർ ഓൺലൈൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ resizimage.net എന്നൊരു വെബ്സൈറ്റ് കാണാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്ലോഡ് ആൻ ഇമേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. താഴെ കുറേയേറെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്രോപ്പ് ആൻ ഇമേജ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷനാണ് റീസൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഹാൻഡിൽ കുറയ്ക്കുന്നതിനനുസരിച്ച് ആനുപാതികമായി കുറയുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ബോക്സിൽ കസ്റ്റമായിട്ടൊരു പ്രീസെറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കീപ്പ് ആസ്പെക്ട് റേഷ്യോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമേജ് വളരെ ഫ്ലാറ്റായി ഒന്നും പോകുന്നതല്ല, പെർഫെക്റ്റ് റെസൊല്യൂഷനിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. സെലക്ട് ഔട്ട്പുട്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനകത്ത് JPEG അല്ലെങ്കിൽ PNG ഏതാണ് സെലക്ട് ചെയ്യുക. JPEG സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കസ്റ്റമൈസ് യുവർ ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിനകത്ത് പ്രോഗ്രസീവ് കംപ്രഷൻ എന്നത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് ക്വാളിറ്റി കുറയ്ക്കാവുന്നതാണ്. ഇമേജ് ക്വാളിറ്റി കുറയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോയുടെ സൈസും കുറയുന്നതാണ്. റീസൈസ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ ഇമേജും പുതിയ ഇമേജും കാണുന്നതാണ്. നിങ്ങൾക്ക് അറിയാം, പഴയ ഇമേജ് 1.1 MB ഉണ്ടായിരുന്നു, പുതിയ ഇമേജിന് വെറും 4.8 KB ഉള്ളൂ. നിങ്ങൾക്ക് ആ ഇമേജ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ വലിയ ക്വാളിറ്റി പ്രോബ്ലമൊന്നും ഇതിനകത്ത് കാണുന്നില്ല, പക്ഷേ അതിൻ്റെ സൈസും കുറഞ്ഞിട്ടുണ്ട്, റെസൊല്യൂഷനും ചേഞ്ച് ആയിട്ടുണ്ട്. മറ്റു കുറേ ഫീച്ചേഴ്സ് ഈ വെബ്സൈറ്റിലുണ്ട്. അല്ലെങ്കിൽ അടുത്ത മെത്തേഡിലേക്ക് പോകാം. രണ്ടാമത്തെ മെത്തേഡ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് പിക്സാർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്തൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഫോട്ടോ കംപ്രസർ 2.0 എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് യൂസ് ചെയ്യുക. അത് വളരെ സൂപ്പർബായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോ ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക. നമുക്ക് കാണാവുന്നതാണ് ഒറിജിനൽ സൈസ് 3.23 MB ഉണ്ട്. കംപ്രസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കൊടുക്കുക. ക്വാളിറ്റി കുറയ്ക്കുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ സൈസ് കുറയുന്നതാണ്. കംപ്രസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ സൈസ് 595 KB കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ റീസൈസ് ചെയ്യാവുന്നതാണ്. പെർസെൻറ്റേജ് മാറ്റി നിങ്ങൾ പിക്സലാക്കുക. PSCയിൽ സാധാരണ ഫോട്ടോയിൻ്റെ വിഡ്ത്ത് വേണ്ടത് 150ഉം ഹൈറ്റ് വേണ്ടത് 200ഉമാണ്. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അൺചെക്ക് ചെയ്യാവുന്നതാണ്. ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് വലിയ ഡിഫോർമേഷനോ അല്ലെങ്കിൽ ഫ്ലാറ്റായി പോകുക, പരന്നു പോകുക, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടാകുന്നതല്ല. കുറേയേറെ പ്രീസെറ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. റീസൈസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് റീസൈസ് ചെയ്യാം. ക്രോപ്പും ചെയ്യാവുന്നതാണ്. എക്സിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കംപ്രസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലേക്ക് സേവ്ഡ് ആകുന്നതാണ്. റീപ്ലേസ് ആൻഡ് എക്സിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ റീപ്ലേസ് ചെയ്ത് ഈ ഫോട്ടോ അതിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. മുകളിൽ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. അടുത്ത മെത്തേഡിലേക്ക് പോകാം. ഫോട്ടോഷോപ്പാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കറിയാം ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്, അതുകൊണ്ട് ഇതിനെ നമുക്ക് ചെരിക്കാനൊന്നും പറ്റുകയില്ല. ഈ ഫോട്ടോ കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി സ്ട്രെയിറ്റ് ആക്കാനായി ആ ഒരു ലോക്ക് ബട്ടൺ ഡിസേബിൾ ചെയ്ത് കളയണം. അതിനായി ഞങ്ങൾ ലേയേഴ്സിൽ പോവുക. ആ ലോക്ക് ബട്ടൺ ഡിസേബിൾ ചെയ്യണം. ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക. ലേയേഴ്സ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്ത് അത് അൺലോക്ക് ചെയ്യുക. Ctrl+T ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ടൂൾസൊക്കെ കിട്ടുന്നതാണ്. ഹാൻഡിൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്ഫോം ചെയ്ത് ആവശ്യമുള്ളൊരു സൈസിലേക്ക് ചൂസ് ചെയ്യുക. നമ്മളത് ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ക്രോപ്പ് ബട്ടൺ. നിങ്ങൾ C എന്ന് പറഞ്ഞ കീബോർഡ് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്താലും ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ക്രോപ്പ് ബട്ടൺ കാണുന്നില്ലെങ്കിൽ എഡിറ്റിൽ പോവുക, ടൂൾ ബാറിൽ പോവുക. ഈ സൈഡിലുള്ള ടൂളിൽ എവിടെയെങ്കിലും ഉണ്ടാകും, അത് ഡ്രാഗ് ചെയ്ത് ഇപ്പുറ സൈഡിലോട്ട് ക്ലിക്ക് ചെയ്തിടുക. ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്യുകയാണ്. ഹാൻഡിൽസ് യൂസ് ചെയ്ത് നമുക്കത് ക്രോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലൊരു കസ്റ്റം റെസൊല്യൂഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഒരു റേഷ്യോ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആസ്പെക്ട് റേഷ്യോയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ എൻ്റെ ഈ ഒരു ഫോട്ടോയ്ക്ക് ആസ്പെക്ട് റേഷ്യോ മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ മുകളിലത്തെ ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമായിട്ട് ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ക്രോപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കത് സേവ് ചെയ്യണം. അപ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്യുക. പഴയ വെർഷനിലൊക്കെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് CC 2018 ആണ്. പഴയ വെർഷനിലൊക്കെ ഫയലിൽ തന്നെ സേവ് ഫോർ വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്.
ഇതിനകത്താണെങ്കിൽ എക്സ്പോർട്ടിലാണ് സേവ് ഫോർ വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. പഴയ വെർഷൻ ഞാൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഫയലിൽ സേവ് ഫോർ വെബ് ക്ലിക്ക് ചെയ്യുക. പുതിയ വെർഷൻ ആണെങ്കിൽ എക്സ്പോർട്ട് സേവ് ഫോർ വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ കീബോർഡ് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹൈ, ലോ, മീഡിയം തുടങ്ങിയ ക്വാളിറ്റികൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. വേണമെങ്കിൽ സൈഡിലത്തെ ക്വാളിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഹാൻഡിൽസ് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാവുന്നതാണ്. വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ താഴെ കാണാവുന്നതാണ് ആദ്യത്തെ ഇമേജിൻ്റെ സൈസും രണ്ടാമത്തെ ഇമേജിൻ്റെ സൈസും. അതിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫോർമാറ്റിലേക്കാണ് വേണ്ടത്, JPEG അല്ലെങ്കിൽ PNG ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ JPEG ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി ഞാൻ 42 സെലക്ട് ചെയ്തു. താഴെ ഇമേജ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇമേജ് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് കാണാവുന്നതാണ് ഇമേജ് സൈസ് കുറയ്ക്കുന്നതിനനുസരിച്ച് താഴെ ഓട്ടോമാറ്റിക്കലായി വിട്ടും ഹൈറ്റും അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. സൈഡിലെ അൺലിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റായി കസ്റ്റമൈസ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പൊസിഷനിലേക്ക് അത് സേവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫേവറേറ്റ് മെത്തേഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.